ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടന്ന 3 ദിവസത്തെ സാമവേദ പാരായണം പഴമയിലേക്കുള്ള തിരിച്ചുപോക്കായി. ദൈവിക ശക്തികൾക്ക് പകരം പ്രകൃതി ശക്തികളെ ആരാധിച്ചാണ് സാമവേദം പാരായണം ചെയ്യുന്നത്. ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിന്റെ അടിത്തറയെന്ന് വിശേഷിപ്പിക്കാവുന്ന സാമവേദം സരിഗമ പധനിസയ്ക്ക് പകരം 14 ശ്രുതികൾ അഥവാ 14 നൊട്ടേഷനിലാണ് പാരായണം ചെയ്യുക. 5 കാര്യങ്ങളാണ് ക്ഷേത്രാഭിവൃദ്ധിക്ക് പറയുന്നത്. ഒന്ന്, ആചാര്യന്റെ തപസ് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത്. അങ്ങനെ ആചാര്യ തപശക്തിയിൽ നിന്ന് ഉണ്ടായിത്തീർന്നിട്ടുള്ള ആ ചൈതന്യത്തിന്റെ, അമ്പലത്തിലെ ചൈതന്യത്തിന്റെ വർധനവിനുള്ളത് ആമ്നായ ജപം. ആമ്നായ ജപം എന്ന് പറഞ്ഞാൽ വേദജപം. അങ്ങനെ ആ വേദജപമാണ് ഈ ഓരോ അമ്പലത്തിന്റെയും അഭിവൃദ്ധിക്ക് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യമായിട്ട് പഴയ പഴയ മഹർഷിമാരും ഇതിന്റെ ആൾക്കാരൊക്കെ പറയുന്നത്. അതാണ് ഈ വേദജപത്തിന്റെ ഉദ്ദേശം. സാമം തന്നെ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, സാമം അപൂർവമാണ്. സാമത്തിൽ ജ്ഞാനമുള്ളവരും അത് ചെല്ലാൻ കേൾപ്പുള്ളവരും വളരെ അപൂർവമാണ്. അതുകൊണ്ട് ആണ് ഞങ്ങൾ സാമം തന്നെ ചെയ്യണമെന്ന് തീരുമാനിച്ചത്. അത് ഞങ്ങൾ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ പറ്റുന്നത് പോലെ പർണശാലയൊക്കെ ഒരുക്കി ചാണകമെഴിയ നിലത്തൊക്കെ ഇരുന്ന് അതിൽ ജ്ഞാനമുള്ള 2 വിശിഷ്ടമായിട്ടുള്ള വ്യക്തികളെ കൊണ്ടുവന്ന് പറ്റുന്നത്ര വിശദമായി ാണ് ഈ സംഗതി സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പം മതത്തിനുപരിയായിട്ട് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗം എന്നുള്ള നിലയ്ക്ക്, വേദങ്ങൾ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നുള്ള നിലയ്ക്ക് ഇത് ഞങ്ങൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണെന്ന് ഞങ്ങൾക്ക് തോന്നി. 2 പേർ ചേർന്ന് പാരായണം ചെയ്യുമ്പോൾ ശ്രുതി വ്യത്യാസം വരുത്തുന്ന കാര്യം പരസ്പരം അറിയിക്കുക കൈമുദ്രകളിലൂടെയാണ്. തൃശൂർ ജില്ലാതിർത്തിയിലെ പാഞ്ഞാലിലെ നെല്ലിക്കാട്ടുമനയിലും തോട്ടമനയിലും നിന്നുള്ളവരാണ് സാമവേദം പാരായണം ചെയ്യുന്നത്. തോട്ടമനയിൽ നിന്നുള്ള കൃഷ്ണൻ നമ്പൂതിരിയും ശിവകരൻ നമ്പൂതിരിയുമാണ് താമരക്കുളങ്ങര ക്ഷേത്രത്തിൽ സാമവേദ പാരായണത്തിന് എത്തിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.